എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ചെറിയൊരു പനിക്കോളുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതിന് കൂട്ടാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ലീവ് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണേ. മെയിനായിട്ട് കൊച്ചിനെ കാണിക്കണം എന്ന ഉദ്ദേശമായിരുന്നു. അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോറും എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വരുന്നു, തണുത്ത് വിറയ്ക്കുന്നു, ശരീരം മൊത്തം വേദനിക്കുന്നു, പനിക്കുന്നു, അങ്ങനത്തെ കുറേ ഇഷ്യൂസ്. വെയിലിങ്ങനെ കൊണ്ട് നിൽക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നേ, വൈറ്റമിൻ ഡി ഒന്നും അല്ല, അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഈ പൂവ് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരറിയത്തില്ല. ഇതിൻ്റെ 3 കളർ നമ്മുടെ വീട്ടിലുണ്ട്, അത്രയും അറിയാം. കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഈ ഭിത്തിയെ കൂടെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പൂവാണ് കേട്ടോ. പേരറിയില്ല. പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എത്രയും പെട്ടെന്ന് ഡ്രസ്സൊക്കെ വലിച്ചു കയറ്റിയിട്ടു. കൊച്ചും റെഡിയായി കേട്ടോ. അവനെന്നാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ വലിയ കാര്യമായിട്ട് പനി ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല പനിയായിരുന്നേ. അങ്ങനെ എനിക്ക് അതിന് പകർന്നതാണ് കേട്ടോ. അമ്മ റെഡിയാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. ഓരോ നിമിഷം കഴിയുന്തോറും ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലാതെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഏറ്റവും പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേത്തുവേദനയായിരുന്നേ. എനിക്കങ്ങനെ പനിയൊക്കെ വരുമ്പോൾ മേത്തുവേദന സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെ വേദനയായിരിക്കും. അങ്ങനെ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ട് അമ്മേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് കുറേ തിരക്കുകളുണ്ടല്ലോ, രാവിലത്തെ കാപ്പി കുടിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അങ്ങനത്തെ കുറേ തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്നെങ്കിലും റെഡിയാവാൻ പറ്റില്ല. അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ച് ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല കേട്ടോ. BP ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. 4 മണിക്കൂർ ട്രിപ്പ് ഇട്ടു. അത്രയും നേരം അമ്മയാണ് കേട്ടോ കൂടെ ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. പോരുന്ന വഴിക്ക് കുറച്ച് കടിയൊക്കെ വാങ്ങി. തീരെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മരുന്ന് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം അമ്മ നല്ല ചൂടൻ കഞ്ഞി ഉണ്ടാക്കി തന്നായിരുന്നേ. മീനും അതും ഇതൊക്കെ ഉണ്ട്, പക്ഷേ അച്ചാറ് മാത്രം കൂട്ടിയാണേ കഴിച്ചത്. പനി വരുമ്പോൾ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ലല്ലോ. അങ്ങനെ പനി ചെറുതായിട്ട് അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. മാങ്ങാച്ചാറിൻ്റെ ആ പുളിയെ വായിലേക്ക് വെച്ചപ്പോഴത്തേനും എന്തോ ഒരു ബുദ്ധിമുട്ട്.